അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി 103 സങ്കീർത്തനം 17-18 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. യഹോവയുടെ ദയയോ എന്നും എന്നേക്കും അവൻ്റെ ഭക്തന്മാർക്കും അവൻ്റെ നീതി മക്കളുടെ മക്കൾക്കും ഉണ്ടാകും. അവൻ്റെ നിയമത്തെ പ്രമാണിക്കുന്നവർക്കും അവൻ്റെ കൽപ്പനകളെ ഓർത്ത് ആചരിക്കുന്നവർക്കും തന്നെ. അനുഗ്രഹിക്കപ്പെട്ട വേദവാക്യങ്ങളാണ് നാം കേട്ടത്. 103 സങ്കീർത്തനം എഴുതിയത് ദാവീദാണ് എന്ന് അതിൻ്റെ ഹെഡിങ്ങിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തെയും അവൻ്റെ സ്നേഹത്തെയും അവൻ്റെ കരുതലിനെയും അവൻ്റെ നടത്തിപ്പിനെയും പറ്റി നന്നായി അറിയുന്നവനാണ് ദാവീദ്. ഒരു വാഗ്ദാനം തന്നു കഴിഞ്ഞാൽ അത് നിവർത്തിക്കുവാൻ ജാഗരിച്ചിരിക്കുന്നവനാണ് യഹോവയായ ദൈവം അഥവാ കർത്താവായ യേശു ക്രിസ്തു എന്ന് ദാവീദ് തൻ്റെ അനുഭവത്തിൽ നിന്നും മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് താൻ 34 സങ്കീർത്തനം 8 വാക്യത്തിൽ യഹോവ നല്ലവൻ എന്ന് രുചിച്ചറിവിൻ, അവൻ്റെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. യഹോവ കരുണയും ദയയുമുള്ളവനാണ്. യഹോവ എല്ലാവർക്കും നല്ലവനാണ്. എന്നാൽ ആ ദൈവസ്നേഹവും ദൈവത്തിൻ്റെ കരുണയും കരുതലും നമുക്ക് നഷ്ടമായി പോകുന്നത് നമ്മെ നിയന്ത്രിക്കുവാൻ നാം പോലും അറിയാതെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ശത്രുവായ സാത്താൻ മൂലമാണ്. ദൈവത്തിലുള്ള നമ്മുടെ ഏകാഗ്രത നഷ്ടപ്പെടുത്തി കളയുവാൻ ഈ ലോക ഇമ്പങ്ങളിൽ നമ്മുടെ ശ്രദ്ധ അവൻ ബന്ധിക്കുന്നു. പിന്നെ ദൈവവുമായി സംസാരിക്കുവാനോ അവൻ്റെ കൽപ്പനകൾ അനുസരിക്കുവാനോ നമുക്ക് കഴിയാതെ വരികയും ക്രമേണ നാം ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയും ഒടുവിൽ ദൈവവുമായുള്ള ബന്ധം പൂർണ്ണമായി നഷ്ടപ്പെട്ടവരായി നാം തീരുകയും ചെയ്യുന്നു. ഈ സമയം കൊണ്ട് നമ്മുടെ നിയന്ത്രണം സാത്താൻ ഏറ്റെടുത്തിരിക്കും. ദൈവത്തിൻ്റെ സ്നേഹവും കരുതലും അപ്പോഴും നമ്മെ തേടി വന്നുകൊണ്ടിരിക്കും. എന്നാൽ അത് നമുക്ക് ലഭ്യമല്ലാതാക്കി സാത്താൻ തീർക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 15 അധ്യായം 11 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിൽ ഒരു അപ്പൻ്റെ 2 മക്കളെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. ഇളയ മകൻ തൻ്റെ അപ്പനോട് പറഞ്ഞു, എൻ്റെ അവകാശം തരയണമെന്ന്. അപ്പൻ അവൻ്റെ അവകാശം കൊടുത്തു. ആ മകൻ സകലതും സ്വരൂപിച്ച് ദൂരദേശത്തേക്ക് യാത്രയായി അവിടെ ചെന്ന് തൻ്റെ സമ്പത്ത് കൂട്ടുകാരുമായി ചിലവഴിച്ചു. സകലതും തീർത്തു. ആ ദേശത്ത് കഠിനമായ ക്ഷാമം നേരിട്ടത് പെട്ടെന്നായിരുന്നു. ഇളയ മകന് ഭക്ഷണത്തിന് മുട്ടുവന്നു. ആ ദേശക്കാരിൽ ഒരുത്തനെ അവൻ ആശ്രയിച്ചു. അയാൾ അവനെ പന്നിയെ നോക്കുന്ന ജോലി ഏൽപ്പിച്ചു. പന്നി തിന്നുന്ന വാളവര തിന്നുവാൻ ആഗ്രഹിച്ചിട്ടും ആരും അവനത് കൊടുത്തില്ല. ഇളയ മകന് സുബോധം വന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. സുബോധം വന്നപ്പോൾ അവൻ തൻ്റെ അപ്പനെ ഓർത്തു. എൻ്റെ അപ്പൻ്റെ എത്ര കൂലിക്കാർ തിന്ന് ശേഷിപ്പിക്കുന്നു, ഞാനോ ഇവിടെ കിടന്ന് വിശപ്പ് കൊണ്ട് നശിച്ചു പോകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോട് നിന്നോട് പാപം ചെയ്തിരിക്കുന്നു. ഇനി നിൻ്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല. നിൻ്റെ കൂലിക്കാരിൽ ഒരുത്തനെ പോലെ എന്നെ ആക്കണമേ എന്ന് പറയും എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ പോയി. ദൂരത്തു നിന്ന് തന്നെ അപ്പൻ അവനെ കണ്ടു. മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവൻ്റെ കഴുത്ത് കെട്ടിപ്പിടിച്ചു അവനെ ചുംബിച്ചു. മകൻ അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോട് നിന്നോട് പാപം ചെയ്തിരിക്കുന്നു. ഇനി നിൻ്റെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞു. അപ്പൻ ദാസന്മാരോട്, വേഗം മേത്തരമായ അങ്കി കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിപ്പിൻ. ഇവന് കൈക്ക് മോതിരവും കാലിന് ചെരുപ്പും ഇടുവിപ്പിൻ. തടിച്ച കാളക്കുട്ടിയെ കൊണ്ടുവന്ന് അറുപ്പിൻ. നാം തിന്ന് ആനന്ദിക്കുക. ഈ എൻ്റെ മകൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു. കാണാതെ പോയിരുന്നു, കണ്ടു കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ആനന്ദിച്ചു തുടങ്ങി. ലൂക്കോസ് എഴുതിയ സുവിശേഷം 15 അധ്യായം 11 മുതൽ 25 വരെയുള്ള വാക്യങ്ങളാണ് നാം കേട്ടത്. അപ്പൻ്റെ സ്നേഹം തൻ്റെ മകനിൽ നിന്നും നീങ്ങിയിരുന്നില്ല. മകൻ തൻ്റെ അപ്പനെ സ്നേഹിച്ചത് അവൻ്റെ വസ്തുവകയും നന്മകളും അവകാശം ലഭിക്കുവാൻ വേണ്ടിയായിരുന്നു. അപ്പൻ്റെ നന്മകൾ ലഭിച്ചു കഴിഞ്ഞപ്പോൾ അവൻ്റെ സ്നേഹം നിലച്ചു കഴിഞ്ഞിരുന്നു. എന്നാൽ അവൻ്റെ അപ്പൻ്റെ സ്നേഹം നിന്നു പോകാത്തതും മകൻ്റെ യാതൊരു ശ്രേഷ്ഠതയിലും കണ്ണുവെച്ച് ഉള്ളതും ആയിരുന്നില്ല. അതുകൊണ്ട് ആ സ്നേഹം പരാജയപ്പെടാത്തതും നിന്നു പോകാത്തതും ആയിരുന്നു. എന്നതുപോലെ ദൈവസ്നേഹവും കരുതലും ഒരിക്കലും നിന്നു പോകാത്തതും പരാജയം സംഭവിക്കാത്തതുമാകുന്നു. നാം യേശുവിനെ വിട്ട് അവൻ തരുന്ന നന്മകളുമായി ദൂരെ പോയാലും നമ്മെ കാത്തിരിക്കുന്ന ക്രൂശിലെ സ്നേഹമാണ് കർത്താവായ യേശു ക്രിസ്തു. നമ്മുടെ ഏതെങ്കിലും
നന്മയ്ക്ക് വേണ്ടിയല്ല അവൻ നമ്മെ കാത്തിരിക്കുന്നത്. നാം അവൻ്റെ സമ്പത്തായതിനാലാണ്. നമ്മെ വെടക്കാക്കിക്കൊണ്ട് പാപിയാക്കിക്കൊണ്ട് തൻ്റേതാക്കുവാനാണ് സാത്താൻ ശ്രമിക്കുന്നത്. അതിനായി അവൻ പ്രയോഗിക്കുന്ന തന്ത്രം ഈ ലോകത്തിൻ്റെ നന്മകളും കണ്ണിനിമ്പമായി തോന്നുന്ന മ്ലേച്ഛതകളും കാതിനിമ്പമായി തോന്നുന്ന കിഴവിക്കഥകളും കൊണ്ട് നമ്മെ വശീകരിക്കുക എന്നതാണ്. സർപ്പം ഹവ്വായെ ചതിച്ചതുപോലെ നമ്മെയും ചതിക്കുവാൻ അവൻ ശ്രമിക്കുന്നു. ഓർക്കുക, നാം വീണു പോയാൽ നാം മാത്രമല്ല നമ്മുടെ തലമുറയെയും അത് ബാധിക്കും എന്ന് 103-ാം സങ്കീർത്തനം 17-18 വാക്യങ്ങൾ നമുക്ക് മുന്നറിയിപ്പ് തരുന്നുണ്ട്. കാരണം യഹോവയുടെ ദയ അവൻ്റെ ഭക്തന്മാർക്കും അവൻ്റെ നീതി മക്കളുടെ മക്കൾക്കും ഉണ്ടാകുമെന്ന് പറഞ്ഞതിന് ശേഷം ഭക്തന്മാർ എന്നതിന് 18-ാം വാക്യത്തിൽ വ്യക്തത വരുത്തിയിരിക്കുന്നത് നാം ശ്രദ്ധിക്കണം. ദൈവത്തിൻ്റെ നിയമത്തെ അഥവാ ദൈവത്തിൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്കും അവൻ്റെ കൽപ്പനകളെ ഓർത്ത് അത് അനുസരിക്കുന്നവർക്കുമാണ് ദൈവം 103-ാം സങ്കീർത്തനം 17-ാം വാക്യത്തിലെ വാഗ്ദാനം കൊടുത്തിരിക്കുന്നത്. നാം പാപത്തിൽ വീണു പോവുകയും ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നതിൽ താല്പര്യമില്ലാത്തവരായി തീരുകയും ചെയ്യുമ്പോൾ നമ്മിൽ കൂടി നമ്മുടെ മക്കൾക്ക് നൽകുവാൻ ദൈവം ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹവും കരുതലും വിശ്വസ്തതയും മക്കളിലേക്കും നമുക്ക് തന്നെയും ലഭിക്കുവാൻ കഴിയാതെ വണ്ണം സാത്താൻ നമ്മെ കുഴിയിൽ ഇറങ്ങിയവരെ പോലെ ആക്കി തീർക്കുന്നു. പിന്നെ നമുക്ക് ദൂരക്കാഴ്ച നഷ്ടപ്പെടുകയും വ്യർത്ഥ കാര്യങ്ങളിൽ സമയം പോക്കുകയും വ്യർത്ഥ സംസാരത്തിൽ ആകൃഷ്ടരായി തീരുകയും ചെയ്യുന്നു. അനന്തരഫലമോ നാമും നമ്മുടെ കുഞ്ഞുങ്ങളും ദൈവവഴി വിട്ട് നാശത്തിൻ്റെ പാതയിൽ ചെന്ന് ചേരുകയും നമ്മുടെയും തലമുറകളുടെയും ഭാവി ഇരുൾ അടഞ്ഞതും നിത്യതയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടില്ലാത്തതുമായി തീരുന്നു. എന്നാൽ 103-ാം സങ്കീർത്തനം 18-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ യേശുവിൻ്റെ നിയമത്തെ പ്രമാണിക്കുന്നവർക്കും അവൻ്റെ കൽപ്പനകളെ ഓർത്ത് ആചരിക്കുന്നവർക്കും അഥവാ അനുസരിക്കുന്ന വ്യക്തികൾക്കും അവരുടെ തലമുറയ്ക്കും യേശുവിൻ്റെ ദയ എന്നും എന്നേക്കും ഉണ്ടാകും. ആ ദൈവസ്നേഹത്തിൽ നിന്നും അവരെ പിന്തിരിപ്പിക്കുവാനോ സാത്താൻ്റെ ബന്ധനത്തിൽ അവരെ പൂട്ടുവാനോ ദുഷ്ടന് ഒരു നാളും കഴിയുകയില്ല. എത്രയെല്ലാം പ്രശ്നങ്ങൾ ജീവിതത്തിൽ വന്നാലും ദൈവം അവർക്ക് തണലാണ്, സഹായമാണ്, ആശ്വാസമാണ്. അവർ ആടുന്ന മരച്ചിലയിലെ പാടുന്ന പക്ഷികളെ പോലെ അവരുടെ പ്രശ്നങ്ങളെ കണ്ട് ഭയപ്പെടാതെ പ്രശ്ന പരിഹാരകനായ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി മുന്നോട്ട് പോകും. അതിന് നാം ചെയ്യേണ്ട ഏക കാര്യം ദൈവത്തിൻ്റെ കൽപ്പനകൾ ഓർത്ത് ആചരിക്കുകയും അനുസരിക്കുകയും ചെയ്യുക എന്നതാണ്. അപ്രകാരം ദൈവവചനം വായിക്കുവാനും കർത്താവിൻ്റെ കൽപ്പനകൾ കണ്ടെത്തി അവൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുവാനും അത് മുഖാന്തരം നാമും നമ്മുടെ തലമുറകളും നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് നിത്യജീവൻ അവകാശികളായി തീരുവാനും കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി ഇങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ സ്വസ്ഥതയില്ലാത്തവരായിരിക്കുന്നെങ്കിൽ അങ്ങ് അവർക്ക് സമാധാനവും സ്വസ്ഥതയും കൊടുക്കണമേ. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള ബുദ്ധിയും ജ്ഞാനവും ഓർമ്മശക്തിയും കൊടുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.